സുഭാഷ് സുഭാഷ് 1 2 3 4 സർക്കി വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ വറുത്ത കോഴി മുളക് പൊട്ടയും വറുത്ത് വെച്ചിരിക്കേ. ഉമ്മച്ചിയുടെ പാട്ട് ടീച്ചർ ആരാകും? എവിടെയും പോയി പഠിച്ചല്ല, എന്റെ ടീച്ചറും ഞാൻ തന്നെയെന്ന് പറഞ്ഞു. വേറൊരു കമന്റ് ഉണ്ടായിരുന്നേ, റിസ്ക് ഉള്ള പാട്ടൊക്കെ പാടുമ്പോ ഡ്യൂപ്പിനെ വെക്കണം എന്നൊക്കെ. അത് കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടാ? ഇത്ര റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ പാടുവോ? തയ്യാറാണ്. എന്ത് റിസ്ക് ഇനി എന്നാണ് റീൽസിൽ പാട്ടല്ലാതെ ആക്ട് ചെയ്തിട്ടിടാൻ തുടങ്ങുന്നത്? ആക്ട് ചെയ്യണം. ഫോനൊക്കെ നല്ലത് പറ്റിയിട്ടുണ്ട്. എല്ലാരും ഡാൻസ് ഒക്കെ ചെയ്ത കാണാൻ കാത്തിരിക്കുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇനി ഡാൻസും കളിക്കും. ഒയ്വാ ഒയ്വാ റിവർ വല്ല റിവർ വല്ല റിവർ വല്ല ഒയ്വാ. അതാ ഉമ്മച്ചി സ്റ്റാറായി. കുഴിയിലേക്ക് പോകാനായപ്പോഴാണ് സ്റ്റാറായത്. വേറെ ഏത് പാട്ടല്ലേ ഞങ്ങക്ക് പാടിത്തായോ? നിന്റെ കണ്ണാടി കവിളാണേ, മരതകമുത്താകും മിഴിയാണേ, താമര മൊട്ടാകും മൂക്കാണേ, സുന്ദര വടിവാണേ, മഴവില്ലേ നീ വരുമോ, പെരുമഴയിലെ പേരഴകി വരുമോ, നീയൻ സുമുഖീക കനവേ കനിയേ കനിയേ കലമംഗലയാലുലയേ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സുഹറത്താത്താന്നും പറഞ്ഞ് എൻ്റെ ചാനലുണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻ്റ് ഇടണം. നല്ല കമൻ്റ് ആയാലും ചീത്ത കമൻ്റ് ആയാലും എല്ലാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് എല്ലാം തന്നുകൊണ്ടിരിക്കുക. ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാ? സിനിമ അങ്ങനെയല്ല, എല്ലാരും എനിക്ക് ഇഷ്ടമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നസീർ, ഇപ്പൊ അതല്ല, ഇപ്പൊ എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. മമ്മൂട്ടി, ദുൽഖർ, നിവിൻ പോളി, പിന്നെ ടോവിനോ, എല്ലാവരെയും ഇഷ്ടമാണ്. ആരുടെ സിനിമ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കണ്ടേ? മുമ്പൊക്കെ പടത്തിനൊക്കെ പോയിരുന്നു. മുമ്പൊക്കെ ഇവരെ വാപ്പയുള്ള സമയത്ത് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ ഇപ്പുറം തന്നെയാണ്, റോയൽ ടാക്കീസ് എന്ന് പറയും. വീടിന്റെ തിരിപ്പുറം തന്നെയാണ്. അപ്പൊ ഞാൻ പിള്ളേരായിട്ട് അവിടെ വെല്ലുമ്മാനെ വിളിക്കും കൂട്ടിന്. അങ്ങനെ അവിടെ പോയിരുന്നു കാണും. മുമ്പൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് അങ്ങനെ തിയേറ്ററിൽ പോകാറില്ല. പറവേണ് ലാസ്റ്റ് ഞാൻ കണ്ട പടം. പിന്നെ ദുൽഖർ മോന്റെ പടം, അതാണ് ലാസ്റ്റ് കണ്ടത്. അപ്പൊ അത് കാണാൻ വേണ്ടി മോനും ഞാനും പേരക്കുട്ടികളും, മരുമോൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പോടുന്നു, അത് വന്നില്ല. ഞാനും മോനും പിള്ളേരും കൂടി സെക്കൻഡിന് പോയി കണ്ട് പറവ. പിന്നെ ഡാലി കൂൾ, മമ്മൂട്ടിന്റെ പടമൊക്കെ അങ്ങനെ കാണാറൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഈ പാട്ടിലോട്ട് കയറിയ പിന്നെ ഇത് ഇപ്പൊ ശ്രദ്ധ. ഇപ്പൊ സിനിമയ്ക്ക് പോയാലും പാട്ട്, പിന്നെ ടി വിയിൽ ഇടയ്ക്കൊക്കെ കാണും സീരിയല് അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ കാണും. ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ഇതിലേക്ക് കമന്റ് വന്ന എന്തൊക്കെ ആയി, മാർക്ക് എത്ര ആയി, ഇങ്ങനെയൊക്കെ നോക്കലാണ്. സമയം കിട്ടും, അതൊക്കെ നോക്കലാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ കാണും സീരിയല്. മില്യൺസ് ഒക്കെ അടിക്കാറുണ്ട്. അപ്പൊ അത് വലിയതാണെന്ന് അറിയോ? പിന്നെ എന്താണ് അവരൊക്കെ ഒന്നും നമുക്ക് തന്നിട്ടില്ല, ഇതിലൊക്കെ പാടല് മാത്രം. ഇതൊക്കെ വൈറലായതിനു ശേഷേ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ആൾക്കാര് ചിലവരൊക്കെ പറഞ്ഞ ചിലവരെന്നെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. കല്യാണ സ്ഥലത്ത് പാടിയപ്പോ ഓരോരുത്തര് കുറെ എണ്ണങ്ങൾ തന്നെ കൂടിയിട്ട്, ആൺപിള്ളേര് കുറെ പിള്ളേര് കൂടിയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. ഒന്നും കൂടി പാടൊന്നും കൂടി എന്നിട്ട് പാടിക്കൊടുത്തിട്ട് പാടി രണ്ടൊന്നും അവിടെ പാടിക്കൊടുത്തു. ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ആരുടെയാ? ബോയ്സിന്റെ ആണോ ഗേൾസിന്റെ ആണോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെ നോക്കാറില്ല, ഇല്ല ഇല്ല, എല്ലാരും വിടാറുണ്ടല്ലോ. എല്ലാവരും എന്താ മെസ്സേജിൽ എന്താ പറയണേ? ഇനിയും പാടണം എന്നാണോ? എല്ലാരും പറഞ്ഞത് നിർത്തരുത്, പാടണം പാടണമെന്നാണ്. ഓരോരുത്തര് കമന്റ് തള്ള പോയിക്കൂടെ, നരകത്തിലെ വെറും കൊള്ളിയാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞത്. പക്ഷെ ആര് മരിക്കും, എവര് മരിക്കും, ഇതൊന്നും ആരെയും കയ്യിലിരിക്കണം ആരല്ല, ഇതെല്ലാം അള്ളാഹു തീരുമാനിക്കണം. ഉമ്മച്ചിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കമന്റ് ഏതായിരുന്നു? എനിക്ക് അങ്ങനെ ഒന്നും, ഞാൻ അതിനോടൊന്നും ശ്രദ്ധിച്ച് കൊടുത്തിട്ടില്ല. കമന്റിനോടൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുത്തിട്ടില്ല. പറയുന്നവര് എൻ്റെ അടുത്ത് ഇതിനു മുമ്പും ഇപ്പൊ ഇത് തുടങ്ങണതിന് മുമ്പും എന്ത് ജോലിയിലും കുശുമ്പ് കാണിക്കുന്നവർക്കൊന്നും
നമ്മളായിട്ട് ഒന്നും കൊടുക്കണ്ട. ഉം. അത് ഇനിയിപ്പോ എത്ര വലിയ വലിയ ആളുകളാണെങ്കിലും ഉം. നമ്മളെല്ലാം അങ്ങോട്ട് കൂടലാണ്. ആ ആള് എന്നെ അവരെ പഠിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോകുള്ളൂ. ഉം. നമ്മള് ആയിട്ട് പഠിപ്പിക്കണ്ട ആരെ. അപ്പൊ അങ്ങനെ അങ്ങനത്തെ തീരുമാനമാണ് എൻ്റെത്. അങ്ങനെ സങ്കടം തോന്നിയ കമന്റ് ഒന്നും ഇല്ല. ഇല്ല. ഓർത്ത് വെക്കുന്ന വല്ല കമന്റും ഉണ്ടോ? ഓർത്ത്. എന്നാലും അത് മോശമായി എന്നുള്ള തോന്നലൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും അതേപോലെ സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് ജോലികളായാലും. ഇനിയിപ്പോൾ ആസ്പത്രിയിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കിടക്കണ പേഷ്യൻറ്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ അത് അവർക്ക് ചെയ്തു കൊടുക്കും. എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാം. പൈസയും തന്നിട്ടുണ്ട് എനിക്ക് ഓരോരുത്തരും. ഞാൻ ചെയ്യുന്ന ജോലി അവർ കൊണ്ടുവന്ന് എൻ്റെ പോക്കറ്റിൽ വെച്ച് തരാറുണ്ട്. നമ്മൾ ചോദിക്കുകയും വാങ്ങാൻ ചെല്ലും അറിഞ്ഞൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ ആരും നമ്മളെ മോശം പറയില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പണി നമുക്ക് കരുതിക്കുട്ടി ഉണ്ടാക്കി വെച്ചാലും നമ്മളത് ചെയ്തു കൊടുക്കും. ചില കമന്റ് ഒക്കെ കാണാൻ നല്ല നമുക്ക് രസമുണ്ട്. ഇത് കൊള്ളാലോ എന്നുള്ള കമന്റ് ഞങ്ങൾ വായിക്കുമ്പോ കാണുന്നുണ്ട്. അതിലൊരു കമന്റ് ആയിരുന്നേ, ഉമ്മച്ചിയുടെ പാട്ട് ടീച്ചർ ആരാന്ന്. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട്. പാട്ട് ടീച്ചർ ആരാണ്, എഴുതണത് ആരാണ്, ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. ഫോൺ നോക്കണത് ആരാണെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയും. ഞാൻ തന്നെയാണെന്ന് പറയും. പാട്ടൊന്നും പഠിച്ചിട്ടില്ല, സ്വന്തമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. എവിടെയും പോയി പഠിച്ചില്ല. എൻ്റെ ടീച്ചറും ഞാൻ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ കാണും. ഫോണൊക്കെ അപ്ലോഡൊക്കെ ചെയ്തിരുന്നത് പിള്ളേരല്ലേ? ആണ്. ഇപ്പൊ അതും ഞാന് അവര് വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവുമല്ലോ ഫോണിൽ നോക്കാൻ കാര്യങ്ങൾ. അവര് കളിക്കണമെങ്കിൽ അത് ആൺകുട്ടിയാണെങ്കിൽ കളിക്കണമെങ്കിൽ മോമ അത് കൊണ്ടൊരു ഭാഗത്ത് വെക്ക്, ഞാനിത് നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നോക്കണതിൻ്റെ ഇടയിൽ മോമ അത് ഞെക്ക്, ഇത് ഞെക്ക് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഞാൻ അതുമില്ലൊക്കെ ഇട്ട് ഞെക്കിട്ട് അയ്യോ മോനത് കിട്ടിയില്ലല്ല എന്ന് പറയും. അപ്പൊ പറയുന്ന മോമ അവിടുത്തെ ഞെക്ക് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു തരും. അപ്പൊ ഞാൻ അതങ്ങനെ അവർക്ക് ദേഷ്യം പിടിക്കും, എന്നാലും സ്വൈര്യം കൊടുക്കും. അപ്പൊ ടെക്നിക്കൽ സൈഡും പഠിച്ചു വരണുണ്ട്. ഇനി എന്നാ ഒറ്റയ്ക്ക് അപ്ലോഡ് ചെയ്യുന്ന അതും ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ വൈകാതെ ഇനി അതും കാണാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അതും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലും കമ്മീഷനൊക്കെ കൊടുക്കണ്ടേ, കിട്ടുന്നതിന് അവർക്കും കൊടുക്കണമല്ലോ. അവരും മേടിക്കുമല്ലോ. രണ്ടുപേർക്കും കൊടുക്കണം. ഇവര് കമ്മീഷൻ ഒരുപാട് അടിക്കുന്നുണ്ടാ? കുറച്ച് കൊടുത്താ മതി. ഉമ്മച്ചിയുടെ കഴിവാണെന്ന് പറഞ്ഞാൽ മതി. അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ഇത്തിരി പൈസ കൊടുത്താൽ മതി. ഞാൻ അവരെക്കാട്ടി ഒരു 100 രൂപയൊക്കെ കൂടുതലേ ഞാൻ എടുക്കുള്ളൂ. അവർക്ക് പങ്കിട്ട് അവർക്ക് പിള്ളേരല്ലേ തിന്നിട്ട് ഞാനിപ്പോ എടുത്തു വെച്ചിട്ടല്ലോ അവർക്ക് തന്നെയല്ലേ. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളതൊക്കെ അവർക്കല്ലേ. അപ്പൊ വേറൊരു കമന്റ് ഉണ്ടായിരുന്നേ, റിസ്ക് ഉള്ള പാട്ടൊക്കെ പാടുമ്പോ ഡ്യൂപ്പിനെ വെക്കണം എന്നൊക്കെ. അത് കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടാ? ഇത്ര റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ പാടുവോ? തയ്യാറാണ്. എന്ത് റിസ്ക് ഏറ്റെടുക്കും. പാട്ടിന്റെ വരിയൊന്നും ഒരു വിഷയമല്ല. അല്ല വരി ചിലപ്പോ തെറ്റിപ്പോവും, ചിലപ്പോ അക്ഷരപേശകൊക്കെ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ നമ്മ ഇങ്ങനെ ഓരോരുത്തർ പാടുന്നത് ശ്രദ്ധിച്ച് കേട്ട് അത് എഴുതിയിരിക്കണ്ടേ. ചിലപ്പോ മ്യൂസിക് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് അക്ഷരമൊന്നും ശ്രദ്ധിക്കാൻ പറ്റും. അക്ഷരം തെറ്റിയാലും ഇത്താക്കി ഡ്യൂപ്പ് വേണ്ട, സ്വന്തമായിട്ട്. അതുകൊണ്ട് ഞാന് അവിടെ എന്താണ് ചേർക്കണ്ടെന്ന് വെച്ചാൽ എങ്ങനെയും ചേർത്ത് അങ്ങോട്ട് പാടി വിടും. അത് ശരി. എന്നിട്ട് കേട്ട് നോക്കാറുണ്ട്? ഈ പാട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ കേട്ട് നോക്കും? ഞാൻ കേട്ട് നോക്കും, പാടിയത് ശരിയാണ്. അപ്പൊ നിറയെ തെറ്റുണ്ടെങ്കിൽ മാറ്റിയെടുക്കുവോ? അപ്പൊ അത് ഡിലീറ്റ് ചെയ്തോളെ, വേറെ പാടി. പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ ധിക്കാറ് ചൊല്ലി അപ്പൊ അവർക്ക് കൊടുത്ത് ഒരു മാസം. പിന്നെ നബിദിനത്തിന്റെ പാട്ട് കൊടുത്ത്. ഇനി അതൊക്കെ പെട്ടെന്ന് എങ്ങനെ ആ ഐഡിയ ഒക്കെ വന്ന് ചൊല്ലാൻ പറഞ്ഞ ചൊല്ലി കൊടുക്കുന്നു? അതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് എനിക്ക് പറ്റിയത് നോക്കിയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല, ഇത് പിള്ളേര് പറഞ്ഞാണോ ഇവൻ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അറിയാതെ ഞാൻ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അവന്റെ കമന്റ് ഒന്നും കണ്ടില്ല, ഒരു ചിലവര് പറയും ഖുർആന്റെ എന്തെങ്കിലും ഒക്കെ ചൊല്ലിയിടണം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും. വെറും പാട്ട് പാടി ഇരിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ? പാട്ട് പാടി ഇരിക്കലാണ്. പിന്നെ ഖുർആന്റെ ഒന്നും ഇതില്ല. അപ്പൊ അതാന്ന് ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ഖുർആൻ ഓതിക്കൊടുക്കാൻ എന്ന് പറഞ്ഞു. ഖുർആനൊക്കെ അറിയാം, ഖുർആനൊക്കെ ഓതും. അപ്പൊ നമ്മളിതില് ചിലതൊക്കെ കാണാതെ ചെല്ലാൻ പറ്റിയതും പറയാൻ പറ്റിയതൊക്കെ കാണാതെ പറയും.
പിന്നെ കണ്ടിട്ട് ഓതാൻ പറ്റിയതൊക്കെ കണ്ടിട്ട് ഓതും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ എന്തായാലും വെറുതെ ഇരിക്കല്ല, ഉള്ള സമയം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ. അത് തന്നെ. ഖുർആന് നമസ്കരിക്കണ സമയത്തൊക്കെ ചെല്ലേം പറയുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. ഇനി ഏത് പാട്ട് പാടണം എന്നുള്ളതാണ് ആരാധകര് പറയുന്നേ? ഉമ്മച്ചിയുടെ ആരാധകര് റെക്കമെൻഡ് ചെയ്യുന്ന പാട്ട് ഏതാ? എന്റെ ആരാധകരെല്ലാരും പറഞ്ഞത് എന്തെല്ലാം പാട്ട് പാടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പാടിയിട്ടുണ്ടെന്നാണ് എല്ലാരും പറഞ്ഞത്. ഉറുദു, അറബി, ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം ഒരേ കൈ നോക്കിയിട്ടുണ്ടല്ലോ. ഫിലിപ്പീൻസിൻ്റെത്, പിന്നെ അമേരിക്കക്കാരത്തിൻ്റെ, സുഡാനിച്ചിൻ്റെത്. ഞാൻ വേറൊരെണ്ണം പാടിത്തരാം. സർക്കി വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ വറുത്ത കോഴി മുളക് പൊട്ടേം വറുത്ത് വെച്ചിരിക്കേ. സർക്കി വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ വറുത്ത കോഴി മുളക് പോട്ട് വറുത്ത് വെച്ചിരിക്കേ. കോഴി രുസിയാം ഇന്ത കോഴിയെ വിട്ട്, കുമരി രുസിയാം ഇന്ത കുമരിയെ വിട്ട്. റസാക്കിക്ക് ഞാൻ സീത പാട്ട് ആടുകൊട്ടെ മൂടി വെച്ച അൽവാസട്ട്. അത് ഞാൻ പാടി പഠിച്ചിട്ടില്ല, അതാണ്. അതെ, ഒന്നും കൂടി പാടി പഠിച്ചിട്ട് വേണം ഇടുന്നെങ്കിൽ. ഇട്ടിട്ടില്ല ഞാനത്, അതിങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. വരിയൊക്കെ ഇപ്പൊ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പാടിയതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഒന്ന് പാടി തന്നാണ്, എഴുതി വെച്ചിട്ടുള്ളൂ. എന്നാലും കൊള്ളാം, നല്ല എനർജി ഉണ്ട് ഈ പ്രായത്തിൽ. ഈ എനർജി അത് സമ്മതിക്കാതെ വയ്യ. അടുത്ത പാട്ട് തരുകയാണോ? ഏതോ ഒരു പാട്ട് വേറെ ഒരു മാപ്പിളപ്പാട്ടിന്റെ വരി പാടിത്തരാം. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ. ഖാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂദിച്ചു മോഹമൂദിച്ചു. ഖാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂദിച്ചു മോഹമൂദിച്ചു. അത്ര മതിയില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി എന്നാണ് റീൽസിൽ പാട്ടല്ലാതെ ആക്ട് ചെയ്തിട്ട് ഇടാൻ തുടങ്ങുന്നത്? ആക്ട് ചെയ്യണം, ഫോണൊക്കെ നല്ലത് പറ്റിയിട്ട് വേണം. അഭിനയിച്ചിടാൻ തുടങ്ങും. അപ്പൊ നോക്കും. അതിനൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ പേരക്കുട്ടി പറഞ്ഞിട്ട് നമുക്ക്. പിന്നെ വീട്ടില് ഞാൻ ഒരു ഇതിൽ കണ്ട് ഡലാസക്കൊട്ടിൻ്റെ ഒരു പാട്ട്, റിവള് വത്ത റിവള് വത്ത. അത് വീട്ടിൽ പറഞ്ഞിട്ട് റിവള് വത്ത റിവള് വത്ത അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫോനൊക്കെ ചോളതായിട്ട് നമുക്ക് കളിച്ചിടാത്താന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇനി ചെയ്യാൻ പോണേ. അത് പൊള്ളിക്കും, തകർക്കും. അതും ഒരു 5-6 പ്രാവശ്യം ഭാര്യയായിട്ട് പാട്ടായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഡാൻസ് ഒക്കെ ചെയ്ത കാണാൻ കാത്തിരിക്കുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇനി ഡാൻസും കളിക്കും. അത്രേ ഉള്ളൂ. ശ്രമിച്ചു നോക്കണം. ശ്രമമൊന്നുമില്ല. ഇതുവരെ ഉമ്മച്ചി ആരാധകര് പറഞ്ഞതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ഡാൻസ് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റെപ്പൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ച്, സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ച്. ഈ സ്റ്റെപ്പൊക്കെ ആരെ പഠിപ്പിച്ചേ? അതിലവര് കളിക്കണ ഞാൻ കണ്ടില്ല. ഫോണില് യൂട്യൂബിലുണ്ട് ഡരാസ കലാശക്കൊട്ടെന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ട്. അവര് കുറെ പേരിങ്ങനെ ഈ 2 ഒന്നിച്ച വരികളേ ഉള്ളൂ. അത് ഒയ്വ ഒയ്വ റിവള് വത്ത റിവള് വത്ത റിവള് വത്ത റിവള് വത്ത ഒയ്വ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും പാട്ടിന് വേണ്ടിട്ട് ഇനി പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടാവും, കൊറേ സ്റ്റോക്ക് കയ്യിലുണ്ട്, എനിക്ക് അറിയാം. പിന്നെ കല്യാണമൊക്കെ വരുമ്പോ കയ്യൊട്ടിപ്പാടയൊക്കെ ചെയ്യും.
പിള്ളേരൊക്കെ കല്യാണത്തിന് വട്ടം വളഞ്ഞ് എല്ലാവരും കയ്യോട്ടിയൊക്കെ കളിക്കില്ല അങ്ങനെയൊക്കെ കളിക്കും. ഓ, അപ്പൊ എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആദ്യം ചെയ്തു കൊടുക്കുന്നത് ഏതായിരിക്കും? ഈ കയ്യൂട്ടിക്കളി ആയിരിക്കും അതോ നേരത്തെ ഫസ്റ്റ് കാണിച്ചതായിരിക്കും? അത് ഒരു ഫോൺ ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ശരിയായി കഴിഞ്ഞാൽ ഇതിലെല്ലാം കൂടി അങ്ങോട്ട് ഇടാൻ പറ്റണില്ല. ഇപ്പൊ എല്ലാം വന്ന് ഇങ്ങനെ തിങ്ങിയിരിക്കണം. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെ പാട്ടും പിന്നെ മെസ്സേജും അതും ഇതൊക്കെ ഇടക്കിടക്ക് പേരക്കുട്ടി എടുത്തിട്ട് കുറേയൊക്കെ അങ്ങനെ കളഞ്ഞു തരും. അപ്പോഴാണ് 2-3 അങ്ങനെ പാടി വെക്കണത്. അപ്പൊ ചിലപ്പോ ഈ വീഡിയോ പിടിക്കണില്ലേ, വീഡിയോ ഒക്കെ ചിലപ്പോ സ്റ്റക്കായി വരും. ഇതിന് 3-4 കൊല്ലത്തെ പഴക്കമുണ്ട് ഫോണ്. അത് 3-4 കൊല്ലം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് തന്നത്. ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇൻസ്റ്റഗ്രാമിലെ പിള്ളേര് വിളിക്കണ പോലെ സ്ട്രോങ് ആണ്. അതൊക്കെ കേൾക്കുമ്പോ സന്തോഷമില്ലേ? എല്ലാരും കളി കാണാൻ കാത്തിരിക്കുന്നു. ഡാൻസ് ഇപ്പൊ തന്നെ നമുക്ക് കളിച്ചിട്ട് കാണിക്കല്ലേ ആൾക്കാരെന്നൊക്കെ? ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന ഉമ്മച്ചിയുടെ ഡാൻസോട് കൂടിയിട്ടാണെന്ന് ഞാൻ പറയാം. അല്ലേ, സെറ്റ് അല്ലേ? കളിക്കോ? എന്ത് ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ ഡാൻസും കളിച്ചിട്ട് പോയാ മതി. കളിക്കില്ലേ? റെഡിയാണോ? ശ്രമിക്കാം. ആയിക്കോട്ടെ. അപ്പൊ എന്നാ സ്റ്റെപ്പുകളൊക്കെ പഠിക്കണ്ടേ? ഉമ്മച്ചി ഓൾറെഡി സ്റ്റെപ്പ് ഒക്കെ പഠിച്ചിട്ടായിരിക്കുന്നേ. ഓ, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നത് സ്റ്റെപ്പോട് കൂടിയിട്ടായിരിക്കും. ഓക്കെ. അതിനു മുന്നില്ലേ പ്രേക്ഷകരോട് ഉമ്മച്ചിയുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനില്ലേ? അത് പറഞ്ഞേക്ക്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സുഹറത്താത്താന്നും പറഞ്ഞ് എൻ്റെ ചാനലുണ്ട്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണ് ആദ്യം ഇട്ടത്. എല്ലാവരും അത് കാണുന്നുണ്ട്. എങ്കിലും പറയുകയാണ്, അതിലെനിക്ക് ഒരുപാട് സ്നേഹം കമൻറ്റും എല്ലാവരും തന്ന് അനുഗ്രഹിച്ച് എന്നെ വൈറലാക്കി. വൈറൽ സൂറാത്താന്നാണ് ഇപ്പം പേര് എന്നെ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇനി യൂട്യൂബിലും സൂറത്താത്താൻ്റെ ചാനലെടുത്ത് കാണണം. 2ലും സൂറത്താത്താന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണണം. ഇനി എല്ലാവരും സ്നേഹവും സന്തോഷവും സഹകരണവും എല്ലാം ഉണ്ടായിരിക്കണം. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻ്റ് ഇടണം. നല്ല കമൻ്റായാലും ചീത്ത കമൻ്റായാലും എല്ലാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് എല്ലാം തന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ വക ഹായ്. കൊള്ളാം. അപ്പൊ ഇനി നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നത് ഉമ്മച്ചിയുടെ ഒരു അടിപൊളി ഡാൻസോട് കൂടിയായിരിക്കും അല്ലേ? 2 സ്റ്റെപ്പൊക്കെ കാണിച്ചു തരുന്നില്ലേ? ചുമ്മാ അങ്ങനെ കാണിച്ചാ മതി കേട്ടോ. പാട്ട് പ്ലേ ചെയ്ത് തരാം. ഏതായിരുന്നു മറ്റേ ഉമ്മച്ചി പറഞ്ഞ പാട്ട്? ഏതാ? അതേതാ? ഞാൻ 2-3 വരി എഴുതി വെച്ചിരുന്നു. ആണോ? ചുമ്മാ കാണിച്ചാ മതി സ്റ്റെപ്പ്. അതാണോ? കിട്ടിയാ? എവിടെ നിൽക്കണ്ട? ഇരുന്ന് കളിച്ചാ മതി. ഇവിടെ ഇരുന്ന് കളിച്ചാ മതിയാ? കൊള്ളാം. താങ്ക് യു. അവരിങ്ങനെ കാണിച്ചിട്ട് തന്നെയാണ് നിന്നിട്ട്. ഞാൻ ചിലപ്പോ അത്രയും സമയം നിന്ന് വരുമ്പോ ചിലപ്പോ ബേക്കിലോട്ട് മറിഞ്ഞു വീഴും. അപ്പൊ കൊള്ളാം. ഇവിടെ നിന്ന് ഇത്തിരി ബലം കിട്ടുന്നില്ല. വേറെ ഏത് പാട്ടല്ലേ ഞങ്ങക്ക് പാടിത്തായോ? വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, വിടരാ പൂമൊട്ടുകളവിടെ കരയിക്കും പലവട്ടം. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, വിടരാ പൂമൊട്ടുകളവിടെ കരയിക്കും പലവട്ടം. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം,
വിടരാ പൂമൊട്ടുകളവിടെ കരയിക്കും പലവട്ടം. കൊള്ളാം. പോരെ? ഓ മതി, സന്തോഷവും. അപ്പൊ എന്തായാലും ഉമ്മച്ചിയുടെ പാട്ടൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും ഇഷ്ടായി. അതെ, ഇനിയും കൊറേ മില്യൺസ് അടിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. തകർക്കപ്പോ. ഓക്കെ.